അപ്രതീക്ഷിതമായി എത്തി മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ട്രെയിലറാണ് എമ്പുരാൻ സിനിമയുടേത്. ആരുടെയോ അശ്രദ്ധ കൊണ്ട് ട്രെയിലർ ലീക്കായതിന് പിന്നാലെ പറഞ്ഞതിനും ഒരു ദിവസം മുൻപാണ് അണിയറ പ്രവർത്തകർ ട്രെയിലർ പുറത്തുവിട്ടത്. യാതൊരു അറിയിപ്പുമില്ലാതെ വന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ അപാര റെസ്പോൺസാണ് ചിത്രത്തിന്റെ ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ റിലീസിനോടനുബന്ധിച്ച് സർക്കാരുമായി ചേർന്ന് കേരളത്തിലെ യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ എമ്പുരാൻ ടീം ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസിന്റെ ഭാഗമായി യുവാക്കൾക്കും രക്ഷിതാക്കൾക്കുമായി കോളേജ് ക്യാമ്പസുകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഇതിനോടകം നിർവഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ യുവതലമുറയെ കീഴടക്കുന്ന മാരക വിപത്തിനെ ചെറുക്കാനുള്ള സർക്കാരിന്റെ ഉദ്യമത്തിൽ എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ ചേരുന്നതിനുള്ള സന്തോഷം മന്ത്രി പങ്കുവച്ചു കഴിഞ്ഞു. യുണൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത്. കേരളമാകെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി മാരകമായ രാസലഹരികൾക്കെതിരെ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ലൂസിഫറിൽ മോഹൻലാൽ പറയുന്നത് പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന സന്ദേശം ഈ സിനിമയുടെയും അതിന്റെ റിലീസിനോടനുബന്ധിച്ചുള്ള ക്യാമ്പയിനും നൽകുന്നു എന്നതാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്നത്. ചിത്രം ആഗോളതലത്തിലും രാജ്യവ്യാപകമായും ചർച്ച ചെയ്യപ്പെടുകയാണ്. സംവിധായകൻ പൃഥ്വിരാജ് ആയതുകൊണ്ട് തന്നെ എമ്പുരാൻ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു ചിത്രമാണെന്ന് നിസ്സംശയം പറയാം. മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിക്കാൻ പൃഥ്വിരാജ് എന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഖുറേഷി എബ്രാം എന്ന അണ്ടർവേൾഡ് നെക്സസ് തലവനായും സ്റ്റീഫൻ നെടുമ്പള്ളിയായും മോഹൻലാൽ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ അതോടൊപ്പം ചർച്ചയാകുന്നത് ട്രെയിലറിൽ പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ കൂടിയാണ്. ലൂസിഫർ കണ്ടവർക്കറിയാം, ഇനി രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പറഞ്ഞ സ്റ്റീഫൻ കേരളത്തിന്റെ ഭരണം ജതിൻ രാംദാസിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ദൈവപുത്രൻ എന്നാണ് സ്റ്റീഫൻ ജതിനെ ലൂസിഫറിൽ വിശേഷിപ്പിച്ചത്. പി.കെ. രാംദാസിന്റെ ദൈവമായും ഒരു സീനിൽ സ്റ്റീഫൻ ഉപമിക്കുന്നുണ്ട്. എമ്പുരാന്റെ ട്രെയിലറിൽ ദൈവപുത്രൻ തെറ്റു ചെയ്യുമ്പോൾ ചെകുത്താനെയല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കുക എന്നൊരു ഡയലോഗ് ഖുറേഷി എബ്രാം പറയുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എമ്പുരാനിൽ ജതിൻ രാംദാസ് വില്ലന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇതുമൂലം കേരളത്തിലെ രാഷ്ട്രീയം പ്രതിസന്ധിയിലാകുമെന്നുമാണ്. മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനിക്കെതിരെ പോലും ജതിൻ പ്രവർത്തിക്കുന്നുവെന്നുള്ള സൂചന ട്രെയിലർ നൽകുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ ചെകുത്താന് നേരിട്ട് പ്രത്യക്ഷപ്പെടേണ്ടി വരുമെന്നും ട്രെയിലർ സൂചന നൽകുന്നു. ഒരിക്കൽ ഊരിവച്ച രാഷ്ട്രീയ കുപ്പായം സ്റ്റീഫൻ വീണ്ടും അണിയുമ്പോൾ എതിരാളികളായി വലിയ കക്ഷികൾ അണിനിരക്കുമെന്നും ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. സുരാജ് അവതരിപ്പിക്കുന്ന സജ്ജനചന്ദ്രൻ എന്ന കഥാപാത്രവും എമ്പുരാനിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ സംസ്ഥാന നേതാവായാണ് സുരാജ് അഭിനയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം എമ്പുരാൻ ടീം സർപ്രൈസ് ആക്കി വെക്കുന്ന കഥാപാത്രത്തെ ചൊല്ലിയും ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് പോസ്റ്ററിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ആരാകുമെന്ന് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയാണെന്ന് ചിലർ പറയുമ്പോൾ ഫഹദ് ഫാസിലാണെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഹോളിവുഡ് താരം ഡോണി ഡെയ്ൻ ആണെന്ന് അഭിപ്രായപ്പെടുന്നവരും കുറവല്ല. ഗെയിം ഓഫ് ത്രോൺസിലെ ശക്തമായ വേഷം ചെയ്ത ജെറോം ഫ്ലിന്നിനെ കൊണ്ടുവന്ന പൃഥ്വിക്ക് ഡോണിയെ കൊണ്ടുവരാൻ വലിയ പാടുപെടേണ്ടി വരില്ലെന്നും അഭിപ്രായങ്ങളുണ്ട്. പൃഥ്വിരാജ് മോഹൻലാൽ കോംബോ സീനുകൾ കാത്തിരിക്കുന്നവരും കുറവല്ല. ഗുജറാത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച സയ്യദ് മസൂദ് എങ്ങനെ ഖുറേഷി എബ്രഹാമിന്റെ വലം കൈയായി മാറിയെന്നും ചിത്രം പറയുന്നു. ഗുജറാത്ത് കലാപം ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാഗതിയായി മാറുമെന്നും തിയറികളുണ്ട്. പൃഥ്വിരാജ് എന്തൊക്കെ സർപ്രൈസുകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. മാർച്ച് 27-ന് ചിത്രം ആഗോള റിലീസായെത്തും. മുരളി ഗോപി തിരക്കഥ രചിച്ച ചിത്രം 6 മണിക്കാണ് ഇന്ത്യയിലും ആഗോളതലത്തിലും പ്രദർശനം ആരംഭിക്കുന്നത്. തമിഴ്നാടിന് പുറമെ പാൻ ഇന്ത്യൻ തലത്തിലും വമ്പൻ കമ്പനികളാണ് ചിത്രം റിലീസ് ചെയ്യുക. ദിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തഡാനി നേതൃത്വം നൽകുന്ന AI ഫിലിംസ് ആണ് ചിത്രം ഉത്തരേന്ത്യയിൽ എത്തിക്കുന്നത്. കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ കന്നഡയിലെ വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ്. 2019 എത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ 2ാം ഭാഗമായി റിലീസ് ചെയ്യുന്ന എമ്പുരാൻ 3 ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ 2ാം ഭാഗമാണ്. മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോ ഫ്ലിൻ, ബൈജു സായ്കുമാർ, ആൻഡ്രിയ ടിവാഡർ, അഭിമന്യു സിംഗ്, സാനിയ അയ്യപ്പൻ, ഫാസിൽ, സച്ചിൻ ഖഡ്കർ, നൈല ഉഷ, ജിജു ജോൺ, നന്ദു, മുരുകൻ മാർട്ടിൻ, ശിവജി ഗുരുവായൂർ, മണിക്കുട്ടൻ, അനീഷ് ജി മേനോൻ, ശിവദ, അലക്സ് ഒനീൽ, എറിക് എബനി, കാർത്തികേയ ദേവ്, മിഹായൽ നോവിക്കോവ്, കിഷോർ, സുകാന്ത്, ബഹ്സാദ് ഖാൻ, നിഖാദ് ഖാൻ, സത്യജിത് ശർമ്മ, നയൻ ഭട്ട്, ശുഭാംഗി, ജയ്സ് ജോസ് എന്നിവരാണ് മറ്റു താരങ്ങൾ.